എല്ലാ കൂട്ടുകാർക്കും മലയാളി സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന രസകരമായ കഥ നെയ്ത്തുകാരൻ്റെയും രാജകുമാരിയുടെയും കഥയാണ്. പണ്ട് കാലത്ത് ഒരു നെയ്ത്തുകാരനും അയാളുടെ അയൽവാസിയും ഉറ്റമിത്രവുമായ ഒരു ആശാരിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് വളർന്ന് ഒന്നിച്ച് ഗുരുകുലത്തിൽ പഠിച്ച് രണ്ടുപേരും വലിയവരായി. ആശാരിയുടെ മകൻ ആശാരിപ്പണിയിലേക്കും നെയ്ത്തുകാരൻ്റെ മകൻ നെയ്ത്ത് പണിയിലേക്കും മാറി. നെയ്ത്തെന്ന് വെച്ചാൽ കൂട്ടുകാർക്കറിയാമോ? ഈ തുണിയൊക്കെ നെയ്യുന്നതിനാണ് നെയ്ത്തുകാരി എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഈ ചർക്കയും മറ്റും ഉപയോഗിച്ച് കൊണ്ട് നൂലൊക്കെ നെയ്യുകയായിരുന്നു പതിവ്. ഇന്നത്തെ പോലെ മെഷീനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ജീവിച്ചിരിക്കെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ രഥോത്സവം നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി രണ്ട് കൂട്ടുകാരും, അതായത് നെയ്ത്തുകാരനും ആശാരിയും, രണ്ടുപേരും യുവാക്കളാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ രഥോത്സവം കാണാൻ വേണ്ടി പോയ സമയത്ത് ഇവർ കാണുന്ന കാഴ്ച, എല്ലാ കടകളും അടച്ച് കച്ചവടക്കാരെല്ലാം ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഇവർ കാണുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനോട് ഇവർ ചോദിച്ചു, എന്താണ് ഈ കടക്കാരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് മാറി നിൽക്കാൻ കാരണം? അപ്പം പറഞ്ഞു, ഇപ്പം രാജകുമാരി എഴുന്നള്ളുന്നുണ്ട്. രാജകുമാരിയെ നോക്കിയാൽ രാജാവ് അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കും. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയാണ് എന്ന് ഈ വൃദ്ധനായ മനുഷ്യൻ നമ്മുടെ നെയ്ത്തുകാരനോടും ആശാരിയോടും പറയും. രണ്ടുപേരും മാറി നിന്നെങ്കിലും നെയ്ത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലിയൊരു രഥത്തിൽ കയറിക്കൊണ്ട് ഈ രാജകുമാരി എഴുന്നള്ളുകയാണ്. ഒരു കടയുടെ മുകളിൽ കയറി നിന്ന് മറയത്ത് നിന്നുകൊണ്ട് നമ്മുടെ നെയ്ത്തുകാരൻ രാജകുമാരിയെ കണ്ടു. രാജകുമാരിയെ കണ്ടതോടുകൂടി ഇയാൾക്ക് വലിയൊരാഗ്രഹം, രാജകുമാരിയെ തനിക്ക് വിവാഹം കഴിക്കണം എന്ന ഒരു വാശിയിലായി നെയ്ത്തുകാരൻ. അങ്ങനെ ഉത്സവമെല്ലാം കണ്ട് തിരിച്ചു പോരുന്ന വഴിയിൽ ഇയാളാകെ അസ്വസ്ഥനായി ഡെസ്പായി ആശാരി കാണുകയാണ്. അപ്പം ആശാരി ഇവനോട് ചോദിച്ചു, അല്ല കൂട്ടുകാരാ, നമ്മൾ രഥോത്സവം കാണാൻ വേണ്ടി വന്നിട്ട് ഇപ്പം നിൻ്റെ മുഖത്തെ പ്രസന്നതയെല്ലാം വാടിപ്പോയി, ആകെ ഒരു ടെൻഷൻ പിടിച്ച പോലെ കാണുന്നുണ്ടല്ലോ, എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം നെയ്ത്തുകാരൻ പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ വലിയൊരു സങ്കടത്തിലാണ്. ഈ രാജകുമാരിയെ കണ്ടത് മുതൽ അവളെ എനിക്ക് വിവാഹം ചെയ്യണമെന്നൊരാഗ്രഹം. ഞാനിതെങ്ങാനും പുറത്ത് പറഞ്ഞാൽ എൻ്റെ തല പോകും. ആയതുകൊണ്ട് നീ തന്നെ എനിക്ക് ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി ഇവനെ കുറേ ഉപദേശിച്ചു. അത് വേണോ? വലിയ ബുദ്ധിമുട്ടല്ലേ? രാജകുമാരിയൊക്കെ കെട്ടാനുള്ള യോഗ്യതയൊക്കെ നിനക്കുണ്ടോ? അത് വലിയ ബുദ്ധിമുട്ടാകും, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ എന്നെല്ലാം തന്നെ ഈ ആശാരി നെയ്ത്തുകാരനെ ഉത്ബോധിപ്പിച്ചെങ്കിലും അയാൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞു, കൂട്ടുകാരാ, നീ എന്നോട് സ്നേഹം അല്പമെങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടെ ആശാരിക്ക് മനസ്സിലായി, തൻ്റെ കൂട്ടുകാരനെ ഇപ്പോൾ താൻ സഹായിച്ചില്ലെങ്കിൽ അയാൾ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്ത് കളയും.
മരിച്ചു കളയും എന്നൊക്കെ ആശാരി ഭയപ്പെട്ടു. ആശാരി പറഞ്ഞു, ഒരു വഴിയുണ്ട്. പിന്നീട് കുറച്ച് ദിവസം ആലോചിച്ച് ആശാരി ഒരു പദ്ധതി കണ്ടെത്തി. അദ്ദേഹം തൻ്റെ കരകൗശല വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പറക്കുന്ന ഒരു ഗരുഡൻ്റെ രൂപത്തിലുള്ള ഒരു രഥം നിർമ്മിച്ചു. പ്രത്യേക മെഷീനും എൻജിനൊക്കെ അതിൽ സെറ്റാക്കി. അങ്ങനെ ഇവനോട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നിടത്തിലേക്ക് ഇത് വെച്ച് പറക്കാൻ പറ്റും. അപ്പം രാജകുമാരി കൊട്ടാരത്തിൻ്റെ മുകളിലെ മുറിയിലാണ് താമസിക്കുന്നത്. നീ ഈ രഥത്തിൽ അവിടെ ചെല്ലണം. ചെല്ലുമ്പോൾ മഹാവിഷ്ണുദേവൻ്റെ അവതാരമെന്ന് തോന്നുന്ന രൂപത്തിൽ ഗരുഡൻ്റെ പുറത്ത എന്ന രൂപത്തിലാണ് നീ ചെല്ലുന്നത്. അത് കാണുമ്പോൾ രാജകുമാരി ചോദിക്കും നിന്നോട്, നീ ആരാണ്, എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കും. അപ്പം നീ പറയണം, ഞാനാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു. നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി നിന്നെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് നീ അവളോട് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം മംഗളകരമായി നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നെയ്ത്തുകാരൻ ഈ പറയപ്പെട്ട രൂപത്തിൽ ഗരുഡൻ്റെ ആകൃതിയിലുള്ള ഈ രഥത്തിൽ കയറി പറന്നുകൊണ്ട് കൊട്ടാരത്തിൻ്റെ മുട്ടുപ്പാവിൽ, അതായത് രാജകുമാരി കിടന്നുറങ്ങുന്ന റൂമിൻ്റെ വാതിൽക്കലെത്തി വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്ന് നോക്കുമ്പോൾ രാജകുമാരി കാണുന്നത് എന്താ? സാക്ഷാൽ മഹാവിഷ്ണുദേവൻ ഇതാ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഉടൻ തന്നെ രാജകുമാരി കൈകൂപ്പി, മഹാദേവ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, കുഞ്ഞേ, ഞാൻ നിന്നെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച് നേരം പുലരുവോളും രാജകുമാരിയുടെ മുറിയിൽ അവരോടൊപ്പം താമസിച്ചു. പിന്നീട് വെളുപ്പാൻ കാലത്ത് മറ്റുള്ളവരറിയുന്നതിന് മുമ്പേ ഈ രഥത്തിൽ തിരിച്ചുപോയി. പിറ്റേന്ന് രാത്രിയും ഇത് ആവർത്തിച്ചു. അന്ന് വാതിൽ തുറന്നപ്പോൾ രാജകുമാരി കണ്ടത് സാക്ഷാൽ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടാണ് തൻ്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവൻ വന്നിരിക്കുന്നത്. അതോടെ രാജകുമാരിക്ക് വലിയ സന്തോഷമായി. അന്ന് രാത്രിയും അവിടെ തങ്ങി. മൂന്നാം നാൾ രാത്രി ആകുമ്പോഴത്തേക്ക് രാജകുമാരി സന്തോഷം കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം, വിഭവസമൃദ്ധമായ കൊട്ടാര ഭക്ഷണമെല്ലാം ഒരുക്കി വച്ചിരുന്നു. അദ്ദേഹത്തെ നന്നായി വിരുന്നൂട്ടി. അതുപോലെ നേരം പുലരുവോളും അവരൊരുമിച്ച് താമസിച്ചു. പിറ്റേന്ന് രാവിലെ കൊട്ടാരത്തിലെ തൂപ്പുകാരി രാജകുമാരിയുടെ മുറി വൃത്തിയാക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ ഭക്ഷണപാത്രവും മറ്റും അവിടുന്ന് കണ്ടെത്തി. അവർക്കാകെ സംശയം തോന്നി, ഇവിടെ രാജകുമാരി അല്ലാതെ മറ്റാരോ വന്നിട്ടുണ്ട് എന്ന്. അവരെ രാജകുമാരി സൽക്കരിച്ചിട്ടുണ്ട് എന്നും ഈ തൂപ്പുകാരിക്ക് മനസ്സിലായി. തൂപ്പുകാരി നേരെ ചെന്ന് രാജ്ഞിയോട് ഇക്കാര്യം പറഞ്ഞു. ഉടനെ രാജ്ഞി രാജാവിനോടും വിവരം അറിയിച്ചു. നമ്മുടെ മകള് ആരെയോ റൂമിൽ കയറ്റി താമസിപ്പിക്കുന്നുണ്ട്, അവിടെ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് കണ്ടുപിടിക്കണം. രാജാവിനാകെ ദേഷ്യം വന്നപ്പോൾ ഈ രാജകുമാരിയെ വിളിച്ച് പൊതിരെ തല്ലിയ ശേഷം ചോദിച്ചു, എടി, നിൻ്റെ റൂമിൽ ആരാണ് നിൻ്റെ കൂട്ടത്തിൽ വന്ന് കിടക്കുന്നത്? നീ സത്യം പറഞ്ഞോ? നീ കുടുംബത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക എന്നൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ രാജകുമാരി പറഞ്ഞു, എൻ്റെ റൂമിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മളൊക്കെ ആരാധിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഞങ്ങളെ നിരീക്ഷിക്കട്ടെ, നോക്കട്ടെ, ഇന്ന് വരുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന് എന്നെ കാണാതെ നിൽക്കാൻ പറ്റൂല, എന്തായാലും വരുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി രാജാവും രാജ്ഞിയും കണ്ട കാഴ്ച എന്താ? രാത്രിയായി നോക്കുമ്പോൾ സാക്ഷാൽ ഗരുഡൻ്റെ പുറത്തേറി മഹാവിഷ്ണുദേവൻ വരികയാണ്.
അപ്പോൾ ഇവർക്ക് ഉറപ്പായി തങ്ങളുടെ മകൾ പറഞ്ഞത് സത്യമാണ്, വിഷ്ണുദേവന് തങ്ങളുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന ബോധ്യം രാജാവിനുണ്ടായി. അതോടെ രാജാവിന് അല്പസ്വല്പം അഹങ്കാരം കൂടി. എന്താ കാരണോ? തങ്ങളുടെ മകളെ കെട്ടിയിരിക്കുന്ന ആരാ? സാക്ഷാൽ ലോകം നിയന്ത്രിക്കുന്ന വിഷ്ണു മഹാദേവനാണ്. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്യുന്ന അറിയോ? തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമൊക്കെയായി ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരോട് യുദ്ധം ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുറേ രാജാക്കന്മാർ, അയൽവക്കത്തുള്ള രാജാക്കന്മാരെല്ലാവരും കൂടി എന്തു ചെയ്തു? ഈ രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അന്ന് രാജാവ് മകളോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് ഇന്ന് വരുമ്പം അദ്ദേഹത്തോട് പറയണം, അതായത് നമ്മുടെ ശത്രുക്കളെല്ലാം കൂടി നാളെ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയാണ്. നമ്മളെങ്ങാനും തോറ്റുപോയാൽ നമ്മുടെ രാജ്യവും പോവും, പ്രതാപവും പോവും, നീയും ഞാനും ഒക്കെ മരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നിൻ്റെ ഭർത്താവിനോട് നീ പറയണമെന്ന് രാജാവ് മകളോട് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ നെയ്ത്തുകാരൻ വീണ്ടും എത്തി രാജകുമാരിയുടെ റൂമിലേക്ക്. രാജകുമാരി സംഭവമെല്ലാം പറഞ്ഞു. നെയ്ത്തുകാരന് പറയാൻ പറ്റുമോ ഞാൻ ദൈവമോ മഹാവിഷ്ണു ഒന്നും അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇവൾ പിടിച്ചിട്ട് രാജാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി തല്ലിക്കൊല്ലൂലേ? അപ്പം നെയ്ത്തുകാരനൊരു കാര്യം മനസ്സിലായി, താൻ എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ രഥമായിട്ട് നാളെ യുദ്ധം ചെയ്യാൻ തന്നെ ഇയാൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇല്ലെങ്കിലോ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ രാജാവ് നെയ്ത്തുകാരനാണെന്ന് മനസ്സിലാക്കിയാൽ ഏതായാലും കൊല്ലും. അതിലും ഭേദം മഹാവിഷ്ണുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും യുദ്ധം ചെയ്ത് മരിക്കലാണ് നല്ലതെന്ന് നമ്മുടെ ധൈര്യശാലിയായ നെയ്ത്തുകാരൻ ഉറപ്പിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ മറ്റുള്ള രാജാക്കന്മാരും അവരുടെ പട്ടാളക്കാരൊക്കെ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആകാശത്തിൽ അതാ ഗരുഡൻ്റെ പുറത്തേറിക്കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു നമ്മോട് യുദ്ധത്തിന് വന്നിരിക്കുന്നു. ഇവരൊക്കെ അല്പം പേടിച്ച് പറിച്ചെങ്കിലും യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഈ വിവരം എവിടെ എത്തി? സാക്ഷാൽ മഹാവിഷ്ണുദേവൻ്റെ സന്നിധിയിൽ ഗരുഡൻ അറിയിച്ചു, ഇങ്ങനെ ഭൂമിയിൽ ഒരു മണ്ടനായ നെയ്ത്തുകാരനുണ്ട്, അങ്ങയുടെ പേരുപയോഗിച്ചിട്ട് അങ്ങാണ് എന്നും പറഞ്ഞിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ട്. ആ പൊട്ടനിക്കാണെങ്കിൽ യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല. ബാക്കിയുള്ള രാജാക്കന്മാരും അവരുടെ ഭടന്മാരൊക്കെ അമ്പ് ചെയ്തിട്ട് അയാളെ വീഴ്ത്തിയിട്ട് വെട്ടിക്കൊല്ലും. കൊന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആളുകൾ പറഞ്ഞുണ്ടാക്കും വിഷ്ണുദേവൻ കൊല്ലപ്പെട്ടു എന്ന്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ഒരാൾ പോലും വിഷ്ണുദേവനെ ആരാധിക്കാനുണ്ടാവില്ല. അപ്പം വിഷ്ണുദേവൻ പറഞ്ഞു, ശരിയാണല്ലോ നീ പറഞ്ഞത്, അപ്പം നമുക്ക് അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പോവുക, നീ അവൻ്റെ ഗരുഡൻ്റെ രൂപത്തിലും ആ രഥത്തിലും സന്നിവേശിക്കണം, ഞാൻ അവൻ്റെ ശരീരത്തിലും സന്നിവേശിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണുദേവനും നമ്മുടെ ഗരുഡനും കൂടി നേരെ ഈ നെയ്ത്തുകാരൻ്റെ അടുത്തെത്തി. നെയ്ത്തുകാരൻ്റെ ദേഹത്ത് വിഷ്ണുദേവൻ സന്നിവേശിച്ചു, ഗരുഡൻ രഥത്തിലും സന്നിവേശിച്ചു. തുടർന്ന് അതിഘോരമായ യുദ്ധമാണ് നടന്നത്. അപ്പം രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യുന്ന ആരോടാ? സാക്ഷാൽ മഹാവിഷ്ണുദേവനോട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയുമോ? കഴിയില്ല. അപ്പം എന്തായി? രാജാക്കന്മാരും അവരുടെ സൈന്യമൊക്കെ തോറ്റോടിയപ്പോൾ എന്ത് ചെയ്ത്? മഹാവിഷ്ണുദേവനും അതുപോലെ തന്നെ ഗരുഡനും തിരിച്ചുപോയി. തുടർന്ന് രാജാവ് വന്നിട്ട് നമ്മുടെ നെയ്ത്തുകാരനെ വല്ലാതെ അഭിനന്ദിച്ച് കെട്ടിപ്പിടിച്ചു. അപ്പം നെയ്ത്തുകാരൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ മഹാവിഷ്ണുദേവനൊന്നുമല്ല, ഞാനൊരു നെയ്ത്തുകാരനാണ്. ഞാൻ നിങ്ങളെ മകളെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് അവളെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കാട്ടിക്കൂട്ടിയ ഉടായ്പകളാണ് ഇതെല്ലാം എന്ന് ഈ പറയപ്പെട്ട നെയ്ത്തുകാരൻ രാജാവിനോട് സമ്മതിച്ചു. പക്ഷേ രാജാവിനും അവിടെയുള്ള മന്ത്രിമാർക്കെല്ലാം വളരെ സന്തോഷമായി. കാരണം യുദ്ധത്തിൽ നമ്മൾ ജയിച്ചല്ലോ. ഏതായാലും ആ നെയ്ത്തുകാരനോടുള്ള സന്തോഷത്തോടു കൂടി രാജകുമാരിയെ നെയ്ത്തുകാരന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് യുവരാജാവായി പ്രഖ്യാപിച്ചു. രാജാവിൻ്റെ കാലശേഷം നെയ്ത്തുകാരൻ രാജാവായി മാറുകയും ചെയ്തു.
കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ ഇനി എല്ലാവരും ഈ ചാനൽ പരമാവധി കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ചേച്ചിമാരോടോ ചേട്ടന്മാരോടോ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ പറയണം കേട്ടോ. എന്നാൽ നല്ല നല്ല കഥകൾ ഇനിയും കേൾക്കാം. ഇപ്പം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.